നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മോണിറ്റൈസേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും മോണിറ്റൈസ് ആയവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയാൽ എന്തു ചെയ്യണമെന്നാണ് ഞാൻ ഇതിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ യൂട്യൂബ് അത് റിജക്റ്റ് ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾക്ക് വിശദമായിട്ട് അറിയാനായിട്ട് ശ്രമിക്കാം. ചാനൽ സബ് ചെയ്യൂ. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആദ്യമായി പുതിയ യൂട്യൂബേഴ്സ് വന്ന് ചാനൽ മോണിറ്റൈസേഷന് കൊടുക്കുമ്പോഴേക്കും യൂട്യൂബ് വന്ന് അത് റിജക്റ്റ് ചെയ്താൽ എന്തു ചെയ്യും? ഇപ്പോൾ ചാനൽ ഉണ്ടാക്കി അതിൽ 4000 വാച്ച് അവറും 1000 സബും ആ ക്രൈറ്റീരിയ ഒക്കെ വളരെ കഷ്ടപ്പെട്ട് കംപ്ലീറ്റ് ചെയ്തു. മോണിറ്റൈസേഷൻ എന്നൊരു ടാബ് അതിലുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ആ ടാബ് വന്ന് എനേബിൾ ആകുമ്പോഴേക്കും അവിടെ നമ്മൾ മോണിറ്റൈസേഷൻ എന്നുള്ളൊരു ബട്ടൺ എനേബിൾ ആയി വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം. ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തു. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ പ്രോസസ്സും യൂട്യൂബ് കംപ്ലീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കി തരും. ചില നേരം മോണിറ്റൈസേഷൻ നമ്മൾക്ക് എനേബിൾ ആക്കി തരാറില്ല. കാരണം യൂട്യൂബ് വന്നിട്ട് നമ്മളുടെ ചാനലിലെ ചില വീഡിയോസിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാണ് മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ റിജക്റ്റ് ചെയ്താൽ ചിലർ വിചാരിക്കും ഇനി കഥ കഴിഞ്ഞ് മോണിറ്റൈസേഷന് നമ്മൾക്ക് അപ്ലൈ ചെയ്യാനേ പറ്റില്ല, ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി, എല്ലാം അവസാനിച്ചു എന്നൊക്കെ വിചാരിക്കും. യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ നമ്മൾ അംഗമാകണം. ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ചില പോളിസീസൊക്കെ ഫോളോ ചെയ്യാനുണ്ട്. നമ്മുടെ ഏതെങ്കിലും വീഡിയോ യൂട്യൂബ് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണോ എന്ന് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബ് ചെക്ക് ചെയ്യും. നമ്മുടെ ഏതെങ്കിലും വീഡിയോ യൂട്യൂബ് പോളിസിക്ക് എതിരായിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മെയിൽ നമ്മൾക്ക് വരും. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മെയിലിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ചാനലിനെ കുറിച്ചിട്ട് എന്തൊക്കെ വിഷയമുണ്ടെങ്കിലും ആദ്യമേ തന്നെ യൂട്യൂബ് അതിനെ കുറിച്ചിട്ട് നമ്മൾക്ക് ഇമെയിൽ അയക്കാറുണ്ട്. അതിൽ പ്രശ്നങ്ങൾ യൂട്യൂബ് മെൻഷൻ ചെയ്യും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എന്താ ഉള്ളതെന്ന് നമ്മൾ നമ്മുടെ വീഡിയോസിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്ത് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്തു ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ടാബ് ബട്ടൺ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ടാബ് എനേബിളായി വരുമ്പോഴേക്കും അപ്ലൈ ചെയ്യാം. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ യൂട്യൂബ് വന്നിട്ട് അത് ഉടനെ എനേബിൾ ചെയ്ത് തരും. അല്ല പിന്നീട് വീണ്ടും പ്രശ്നമുണ്ടായാൽ അത് പിന്നീട് വീണ്ടും റിജക്റ്റ് ആകും. അപ്പോൾ എഗെയിൻ നമ്മളെല്ലാം ക്ലിയർ ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വരും, എത്ര തവണ ഇങ്ങനെ റീ അപ്ലൈ ചെയ്യാം എന്നുള്ളത്. ഇതിന് കൃത്യമായ ഒരു ഉത്തരം ഗൂഗിളോ അതിൻ്റെ പോളിസിയിലോ ഒന്നും തന്നെ ആരും പറഞ്ഞിട്ടില്ല. 50 തവണ റീ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കാമോ അത്രയും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 4-5 തവണയ്ക്ക് മേലെയൊന്നും ഈ റീ അപ്ലൈ ബട്ടൺ വീണ്ടും വീണ്ടും എനേബിൾ ആക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ മാക്സിമം ചാനലിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് അത് ആദ്യത്തെ തവണയോ അല്ലെങ്കിൽ രണ്ടാമത്തെ തവണയോ തന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ നോക്കുക. ഇത് പറയുന്നത് പുതിയ ചാനലിനെ കുറിച്ചാണ്. രണ്ടാമത്തെ കാര്യത്തിൽ മോണിറ്റൈസേഷൻ ആയ ചാനലിലെ മോണിറ്റൈസേഷൻ യൂട്യൂബ് വന്നിട്ട് ഡിസേബിൾ ആക്കും. അതും പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റോ വീഡിയോസോ ഇട്ടാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ചാൻസസ് ഒക്കെ യൂട്യൂബ് തരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആ ചാൻസ് കിട്ടുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ചാനലിൽ ഒരു 10 ജെനുവിൻ വ്യൂവേഴ്സിനെ കൊണ്ടുവരുന്നത് തന്നെ വലിയൊരു വിഷമം പിടിച്ച കാര്യമാണ്. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നത് പറയുന്നത് അതിനേക്കാളും വലിയൊരു കടമ്പയാണ്. ഇതൊക്കെ ചെയ്തിട്ട് നമ്മളുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്താൽ മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകും. പിന്നെ ഇതൊന്നും ചെയ്യാനേ തോന്നില്ല. അപ്പം യൂട്യൂബ് പറയുന്നത് നിങ്ങൾക്ക് ഇതിനുള്ള യോഗ്യതയോ ഈ പാർട്ട്ണർ പ്രോഗ്രാമിൽ ചെയ്യുന്ന യോഗ്യതയോ ഒന്നും ഇല്ല, നിങ്ങളുടെ പാട്ടിന് പൊയ്ക്കോളാനായിട്ട് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആകെപ്പാടെ ടെൻഷനായി പോകും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതൊന്ന് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചിട്ടും
ആദ്യമായിട്ടൊക്കെ വരുന്ന യൂട്യൂബേഴ്സ് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്യുന്ന കണ്ടൻറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരുപാട് പേര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ സ്ഥലങ്ങളിൽ നിന്ന് കുറേ ഫോട്ടോ എടുക്കും, പിന്നെ അതിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും മ്യൂസിക്കോ സംഭാഷണങ്ങളോ ഒക്കെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നോ ലൈബ്രറിയിൽ നിന്നോ ഒക്കെ എടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഇട്ട് ആദ്യം ചിലപ്പോൾ ഒരു വർഷം വരെ ഇതൊന്നും യൂട്യൂബ് ശ്രദ്ധിക്കാറില്ല. പെട്ടെന്നൊരു ദിവസം ഇത് കണ്ടുപിടിച്ചാൽ ഇതിൽ നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് യൂട്യൂബ് നോക്കും. ഒന്നെങ്കിൽ നമ്മൾ അതിൽ എന്തെങ്കിലും നമ്മളുടെ വാല്യൂസ് ആഡ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു കാര്യം ആ വീഡിയോയിൽ നമ്മളുടേതായിട്ടുള്ളത് ഒറിജിനലായിട്ട് അതിൽ വേണം എന്നുള്ളൊരു നിബന്ധന യൂട്യൂബിലുണ്ട്. അത് ഒരുപാട് പേർക്ക് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അറിയാതെ ഇതിങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം ഇതിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആകെപ്പാടെ തകർന്നു പോകും. അപ്പോൾ പലരോടും ഇത് പറയാൻ ശ്രമിക്കുമ്പോഴേക്കും അവർ വളരെയധികം ടെൻഷൻ ആകുന്നുണ്ട്. ഇതിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോയിട്ട് ഇതുവരെ കുഴപ്പമൊന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അതേ രീതിയിൽ തന്നെ അവർ പലരും മുമ്പോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴേക്ക് ഈ കാര്യം ഞാൻ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ വിലപ്പെട്ട സമയം ഒരുപാട് ചിലവാക്കിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. അത് നമ്മൾക്ക് ആദ്യത്തെ ഒരു പേയ്മെൻറ്റ് വരാൻ തന്നെ എത്രയോ കാത്തിരുന്നിട്ടാണ് ആ പേയ്മെൻറ്റൊക്കെ നമ്മുടെ കയ്യിൽ വരാനായിട്ട് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ വന്നിട്ട് മോണിറ്റൈസേഷൻ ആയില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യമൊക്കെ വേസ്റ്റായി പോവുകയാണല്ലോ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വയ്ക്കുക, നിങ്ങൾ അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. പഴയ വീഡിയോസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും കാണുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഇന്ന് രാവിലെ 9 മണിക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബൈ.